വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കില്ല, അതിനു പകരം ഹൈക്കമാൻഡിൽ നിന്നും കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്നുള്ള രീതിയിൽ ചില വാർത്തകളൊക്കെ മെയ് 5-ാം തീയതി തൊട്ട് വന്നു തുടങ്ങിയ സമയത്ത് തന്നെ ഒത്തിരി സംഘർഷങ്ങളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, രാഹുൽ ഗാന്ധിക്ക് ഇമെയിൽ അയക്കുന്നു, പ്രിയങ്ക ഗാന്ധിക്ക് ഇമെയിൽ അയക്കുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരമായിട്ടും അതൊന്നും കെട്ടടങ്ങിയിട്ടില്ല. ഇന്ന് മെയ് 9-ാം തീയതിയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നാളെ മെയ് 10-ാം തീയതി ഞായറാഴ്ച ആരായിരിക്കും കേരള സംസ്ഥാനത്തിന്റെ 2026 മുതൽ 2031 വരെയുള്ള മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിന് പൂർണ്ണമായിട്ടും ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തും. ഈ ഒരു സമയത്ത് ഈ പറയുന്ന ഹൈക്കമാൻഡിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാൽ ഓൾറെഡി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന 3 നേതാക്കന്മാരും ഒന്നിച്ച് കണ്ടുമുട്ടും. അവിടെ വെച്ച് പൂർണ്ണമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തും. ഇവിടെ ജനങ്ങളുടെ ഈ ഒരു ജനവികാരം കണ്ടുകൊണ്ട് ഏകദേശം വി.ഡി. സതീശന് അനുകൂലമായിട്ട് കാര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. ഈ പറയുന്ന ഹൈക്കമാൻഡിലുള്ള പല ഉന്നത നേതാക്കന്മാരും വി.ഡി. സതീശൻ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകട്ടെ എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനത്തിലെത്തുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രി ആവാനായിട്ട് താല്പര്യമില്ലെന്ന് സ്വയമേൽ ഒരു കത്തെഴുതി തന്നേക്കും എന്നുള്ള രീതിയിലൊക്കെ ഹൈക്കമാൻഡിൽ ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ വന്നതായിട്ടും ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നാളെ ഈ 10-ാം തീയതി ആയിട്ട് ഞായറാഴ്ച ഏകദേശം നമുക്ക് കൺഫേം ആയിട്ട് അറിയാൻ സാധിക്കും ആരാണ് കേരള സംസ്ഥാനത്തിന്റെ 2026 മുതൽ 2031 വരെയുള്ള നമ്മുടെ മുഖ്യമന്ത്രി എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും എന്നുള്ള കാര്യം ഇപ്പം ഏകദേശം നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. കാരണം ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രിസഭയിൽ മറ്റൊരു മന്ത്രിസ്ഥാനവും തനിക്ക് വേണ്ട എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ മുഖ്യമന്ത്രി. ഈ എം.എൽ.എമാരുടെ സപ്പോർട്ട് നോക്കിയോ അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ സപ്പോർട്ട് നോക്കിയോ ഒന്നുമല്ല ഈ പറയുന്ന മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്യേണ്ടത്. ജനങ്ങളെ ഭരിക്കാനല്ലേ മുഖ്യമന്ത്രി. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ഹൈക്കമാൻഡ് ഏകദേശം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെ തന്നെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നാളെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വി.ഡി.എസിനെ തന്നെ മുഖ്യമന്ത്രിയാക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് സാധ്യത കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും വി.ഡി.എസിന്, അതായത് വി.ഡി. സതീശനെ ഈ പറയുന്നത് പോലെ ജനങ്ങൾ വോട്ട് കൊടുത്തു മാത്രമല്ല സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ ജനങ്ങൾ മിണ്ടാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാതിരുന്നെങ്കിൽ, ഈ പറയുന്ന സമരങ്ങളും ഒക്കെ കണ്ടക്ട് ചെയ്യാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വി.ഡി. സതീശൻ ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചേരില്ലായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും വോട്ട് തന്നു മാത്രമല്ല ജനങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അതിലുപരി ആ ഒരു സ്നേഹവും തങ്ങളെ ഈ പറയുന്ന മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിട്ട് ആ ഒരു സ്ഥാനത്ത് വി.ഡി. സതീശനെ കാണണം എന്നുള്ള ആ ഒരു സ്നേഹത്തോടു കൂടി ഒത്തിരി കാര്യങ്ങൾ ഏകദേശം പറയുന്ന ജനങ്ങൾ ഒത്തിരി പേര് റോഡുകളിൽ ഇറങ്ങിക്കൊണ്ട് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ശ്രമം വരെ സമരത്തിന്റെ ഭാഗമായിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആ ഒരു സ്നേഹത്തിന്റെയും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ജനങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള രീതിയിൽ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇത്രയേറെ കാര്യങ്ങൾ വി.ഡി. സതീശന് വേണ്ടി ജനങ്ങൾ ഇപ്പോൾ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു 5 വർഷം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയും ഓരോരോ പോയിന്റുകളും എടുത്തെടുത്ത് ചോദ്യം ചെയ്യുകയും ഇത്രയും മനോഹരമായിട്ട് പല കാര്യങ്ങളും ചെയ്ത് ആ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഇത്രയും മനോഹരമാക്കി യു.ഡി.എഫിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വിജയം നേടിക്കൊടുത്ത ആ ഒരു വ്യക്തി തന്നെയാണ് ഇനി മുന്നോട്ടും മുഖ്യമന്ത്രിയായിട്ട് കേരള സംസ്ഥാനത്തിരിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയങ്ങളിലൊന്നും യാതൊരു ഇടപഴകലും ചെയ്യാതെ നിൽക്കുന്നവരൊന്നുമല്ല ഈ ഒരു സ്ഥാനത്തേക്ക് വരേണ്ടത്. ജനങ്ങൾക്ക് ഇഷ്ടം എന്താണോ, ജനഹിതം എന്താണോ അതുപോലെ തന്നെയാണ് സംഭവിക്കേണ്ടത്. അതുപോലെ തന്നെ സംഭവിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്